അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് വെക്കേഷൻ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടാണ് ഇപ്രാവശ്യം നമ്മൾ പോകാൻ തീരുമാനിച്ചത്. കാരണം ഉമ്മയുടെ ഒരു ആഗ്രഹമാണ് കോഴിക്കോട് പോകണമെന്ന്. അപ്പോൾ അവിടെ ഉമ്മക്ക് ഒരു ചെറിയൊരു നേർച്ചയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു അവിടുത്തെ ഒരു പള്ളിയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലൈക്ക് എടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് ഇപ്പം തന്നെ ലൈക്ക് ഇട്ടോളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞങ്ങൾ ഒരു 8 മണിയായി ഇപ്പോൾ ഇറങ്ങിയത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളൊരു 6 മണിക്കൊക്കെ ഇറങ്ങാമെന്നായിരുന്നു പ്ലാന്. പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എല്ലാവരും 2 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ ടൈമായി 8 മണിയായിട്ട് ഇറങ്ങുമ്പം. അപ്പോൾ അതാ ഞങ്ങളിവിടെ അവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങി ഇവിടെ എനിക്ക് തോന്നുന്നു 9-9:30 ആകുമ്പോഴേക്ക് നമ്മൾ ഈ മണ്ണാർക്കാടൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ചിലപ്പോൾ രാവിലെ എണീക്കണല്ലേ വിശന്നാലോ വിചാരിച്ച് അവർക്ക് ഉപ്പുമാവൊക്കെ ചെറുങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നത്. അപ്പോൾ മണ്ണാർക്കാട് നമ്മൾ നാഷ്ട് കഴിക്കാൻ ഇറങ്ങിയത്. പിന്നെ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ച് നേരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു മപ്പ് പിടിക്കും. അപ്പോൾ ഞാനിത്തിരി കടന്നുറങ്ങും, പിന്നെ എണീക്കും, പിന്നെ ആ മപ്പ് വരുമ്പോൾ പിന്നെയും കിടക്കും. ഒരാളാണ് കേട്ടോ. എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ ചെറിയ ഛർദി തലകറക്കം പോലെയൊക്കെ തോന്നും. ഛർദിക്കില്ല, പക്ഷെ ഒരു മൂഡ് ഓഫ് ആവും. അപ്പോൾ എനിക്ക് മൂഡ് ഓഫ് ആവുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഹോട്ടലെത്തി. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കണേ. ഓരോരുത്തർക്ക് ഓരോന്നാണ് കേട്ടോ. പൊറാട്ട, പൂരി, ദോശ, മസാല ദോശ, അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് വന്നത് കേട്ടോ. അപ്പം പിന്നെ ഇതാ പെരിയത്തിയും പെരിയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ എല്ലാം അവർ കഴിക്കാൻ തുടങ്ങി. ഇതാ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നായി വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് ഞങ്ങൾക്ക് ശരിയായില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കോഫി ശരിയായില്ല കേട്ടോ. കോഫി നന്നായിട്ടേ ഉണ്ടായിരുന്നില്ല. ചായ ഒന്നും കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ ചായ കുടിക്കില്ല, ഞാൻ കോഫിയേ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നല്ലൊരു ബ്രൂ കോഫി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർ തന്നത് നല്ല പച്ച വെള്ളം പോലെ ഒരു കോഫി ആയിരുന്നു. എനിക്കത് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് കുടിച്ചില്ല കേട്ടോ. പിന്നെ ഇതാ ഇവർക്കൊക്കെ ഓർഡർ ചെയ്ത സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം പൂരിയാണ് ഓർഡർ ചെയ്തത്. സച്ചു സച്ചു നാഷ്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. അപ്പോൾ കോഴിക്കോട് പണിയൊക്കെ നടക്കുകയാണ്. ഹൈവേ കൂട്ടി വരികയാണ്. വീതി കൂട്ടി റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ വീടുകളും എല്ലാം കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ നമ്മളതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അവിടെയൊക്കെ പണി നടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എടുത്തും കൊണ്ടിരിക്കട്ട. എൻ്റെ കേസ് ഞാൻ വെറുതെ എടുത്തതാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉറങ്ങിയും എണീച്ചും, അങ്ങനെ കുട്ടികൾ കുറച്ച് കടന്നും എണീച്ചും എല്ലാവരും ക്ഷീണിച്ചു. അപ്പം നമ്മൾ 4-5 മണിക്കൂർ യാത്ര ചെയ്തു. കോഴിക്കോട് നിന്നും കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, ഈ മടവൂർ എന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചു, പിന്നെ ആൾക്കാരിനോടും ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളി. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഫുൾ തെങ്ങായിരുന്നു ചുറ്റും. അവിടെ കാണാനേ നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്ഥാപനങ്ങളൊക്കെ അടിപൊളിയുണ്ട്. സ്കൂളുണ്ട്, അവിടെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല കേസ് ഒരുപാട് പറഞ്ഞു തരാനൊന്നും. അപ്പം നിങ്ങളത് കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും. അപ്പോൾ കമൻറ്റൊക്കെ ഇടാൻ നടക്കുക. നല്ല നല്ല കമൻറ്റ് ഇടണേ. ദയവ് ചെയ്തിട്ട് എന്നെ മോശമായിട്ടൊന്നും കമൻറ്റ് ചെയ്തത് പ്ലീസ്. എനിക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാത്തത്. നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം കേസ്. നമുക്ക് ഫുഡൊന്നും ശരിയായില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വന്നില്ല. അവിടെ എത്തിയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഫാമിലിയോടെ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഒന്നും നടന്നില്ല എന്ന് ആ ഫുഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഭയങ്കര പ്രശ്നമാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ കയറണം, എങ്ങനെ കയറണം, നമുക്ക് അവിടുത്തെ
ഒന്നും അറിയാത്ത കൊണ്ടും നമ്മൾ ഈ കൈ കെട്ടി എവിടെയൊക്കെ ഇങ്ങനെ കൈ കെട്ടുമല്ലോ നമ്മൾ കയറും, ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, ഇവിടെ ഫുഡ് നല്ലതാണ് കൊണ്ട് ഇങ്ങനെ കയറാം. അപ്പം നമ്മൾ അവരോട് ചട്ടിച്ചോറൊക്കെ ഉണ്ടോ ചോദിച്ചു. കോഴിക്കോട് ഫേമസ് ആണല്ലോ ചട്ടിച്ചോറൊക്കെ. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡ് അടിപൊളി ചട്ടിച്ചോറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു, സദ്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവിടെ പോയപ്പോൾ ചട്ടിച്ചോറും ഇല്ല, ഒന്നുമില്ല ഗേസ്. പിന്നെ സദ്യയും പിന്നെ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് അങ്ങനെ കുട്ടികൾ ഓരോന്ന് ഓർഡർ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മിഠായി തെരുവെത്തി കേസ് നമ്മൾ ബീച്ചെത്തി. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് നമ്മൾ ഈ സംഭവത്തെ കണ്ടത് കേട്ടോ. നമ്മുടെ മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ഒട്ടകത്തെ കണ്ടത്. അപ്പം ഞങ്ങൾ മരുഭൂമിയിൽ മാത്രം കാണുന്ന ഒട്ടകത്തെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കണ്ടപ്പോൾ നമ്മൾ അതിൽ കയറി കേട്ടോ. നമ്മുടെ ഒരു അനുഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. ഞാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ എല്ലാത്തിനും കയറി മറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേസ്. അപ്പം ഞാൻ അതിൽ കയറി, എൻ്റെ ആങ്ങളെയും പെണ്ണും കയറി, പിന്നെ ഞാനും എൻ്റെ ഏട്ടത്തിൻ്റെ മോളും കയറി. ബാക്കി ആർക്കും താല്പര്യമില്ലായിരുന്നു കേസ്. പിന്നെ ഞങ്ങൾ അടിച്ചോടിച്ചത് അല്ല റാണീനെ പോലെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് പേടി നല്ല പേടി ഉണ്ടായിരുന്നു കയറിപ്പോൾ. പിന്നെ ആ പേടിയൊക്കെ ഞങ്ങൾ അത് കയറിക്കിനപ്പോൾ മാറി. കയറാനും ഒരാൾക്ക് കയറാൻ 100 റുപ്യാണ്. ഞങ്ങൾ 2 ആൾ 150 റുപ്യ തരാൻ പറഞ്ഞ് ഞങ്ങൾ ആ 150 റുപ്യയിൽ ഒതുക്കി. അങ്ങനെ 300 റുപ്യ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേസ്. നമുക്ക് ഉപ്പിലിട്ട കുറേ സാധനം ഉണ്ടല്ലോ. ഞാൻ എവിടെ പോയാലും ഉപ്പിലിട്ട് ആദ്യം കഴിക്കുന്ന സംഭവം പൈനാപ്പിളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൈനാപ്പിൾ തന്നെ. പിന്നെ വേറെ അധികമൊന്നും ഞാൻ ട്രൈ ചെയ്യലേക്ക് ഈ പൈനാപ്പിൾ എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ അവിടെ തന്നെ അടിപൊളി മസാല, ഒരു അച്ചാർ മാതിരിയൊക്കെ ഒരു മസാലയൊക്കെ ഉണ്ടായിരുന്നു. അത് ആങ്ങളായിരുന്നു സപ്ലൈ ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ എനിക്ക് ജോലി കിട്ടി കേസ്. അപ്പോൾ അവൻ അങ്ങനെ കയറി നിന്നു, സപ്ലൈ ചെയ്യാനൊക്കെ നിന്നു. അല്ല കേട്ടോ, എല്ലാവരും അവരവർക്ക് വേണ്ടത് അവരവർ എടുക്കണം. അങ്ങനെ ഞങ്ങളും എടുത്തു കഴിച്ചു കേസ്. അപ്പോൾ പിന്നെ എൻ്റെ വകയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ എൻ്റെ കൈത കാശൊക്കെ തീർത്തു കേസ്. എന്നെ കരയിപ്പിച്ചിട്ടാണ് വിട്ടത് വീട്ടിൽ നിന്ന്. സത്യം പറഞ്ഞാൽ കരയിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഷിഫാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്കത്ര ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായത് നമ്മുടെ പൈനാപ്പിൾ മാത്രമായിരുന്നു. പിന്നെ നെല്ലിക്കയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ പൈനാപ്പിൾ പോലെ അത്ര രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏടത്തി ഇത് അവിടെ ഉണ്ട് കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അവിടെ കളിക്കുമ്പോൾ ഞങ്ങൾ വന്ന് കഴിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ അതിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോയി ഒന്ന് കഴിച്ചു അവിടെ കയറിയിട്ട്. പിന്നെ അവിടെ ഈ ഐസ് ഉണ്ടല്ലോ, ഒരു ഐസിൻ്റെ എന്തോ ഒന്ന് പേര് പറഞ്ഞു, അതെനിക്ക് മറന്നു കേസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ. കാരണം ഇനിയുണ്ട് ഒരുപാട് കഥകളുണ്ട് കേസ്, ഒരു ദിവസം കൊണ്ട് നടന്ന കഥകൾ. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ടാറ്റാ.